ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതേ പിള്ളേര് കേൾക്കണ്ടെന്ന് കരുതി. അമ്മയുടെ സംസാരം എപ്പോഴും അങ്ങനെ തന്നെയാ. ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കില്ല. അന്ന് അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. അമ്മയോട് കള്ളം പറയാൻ പഠിച്ചു അല്ലേ? ആദ്യമോൻ എന്നെ വിളിച്ചിരുന്നു. അതിവന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതമ്മ പെൺമക്കളെ കെട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ, അവരുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണം. അത് അമ്മമാരുടെ ഡ്യൂട്ടിയാണ്. അമ്മ ആ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ജ്യോതി, മോള് പേടിക്കൊന്നും വേണ്ട. ഇത്രയും കാലം മനസ്സ് നേരെ നിൽക്കാത്ത കുഴപ്പമായിരുന്നു. ഇപ്പൊ അമ്മയുടെ മനസ്സിന് നല്ല ബലമുണ്ട്. മോളാണോ വിളക്കെടുക്കൽ ചടങ്ങ് നടത്തുന്നത്? അതെ. എന്താ വിശേഷം? ഞങ്ങള് ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നുണ്ട്. അതിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാ. നല്ലതാ മോളെ. വിളക്കെടുത്താൽ അതിന്റെ ഐശ്വര്യം ഉറപ്പായിട്ടും കിട്ടും. വിളക്കെടുക്കാനുള്ള ആള് വന്നോളൂ. പ്രദക്ഷിണം ശേഷം വിളക്ക് നടക്കി വെക്കണം. മോനെ, വിളക്കണഞ്ഞു പോയല്ലോ. പെട്ടെന്ന് തിരുമേനിയെ അറിയിക്കും. വാ വാ. തിരുമേനി, എന്താ? തിരുമേനി വിളക്കണഞ്ഞു. അത് ലക്ഷണക്കേടല്ലേ? ഞങ്ങള് മനസ്സിൽ വിചാരിച്ച കാര്യം. ആദ്യം മനസ്സിന് സമാധാനം കൊടുക്കൂ. വിളക്ക് അണഞ്ഞു പോയതിന് ലക്ഷണങ്ങളുണ്ട്, പക്ഷെ അതിന് പരിഹാരങ്ങളും ഉണ്ട്. എന്താ പരിഹാരം എന്ന് വെച്ചാ തിരുമേനി ഇത് ചെയ്യണം. ആ, ചെയ്യാം. നിൽക്കുന്നത് ഭഗവാന്റെ നടയിലല്ലേ. എന്ത് കാര്യത്തിന് ഇവിടുന്ന് പരിഹാരം ഉണ്ടാവും. കുട്ടി പരിഭ്രമിക്കണ്ട. പരിഹാര കർമ്മം ചെയ്തിട്ട് ഒന്നുകൂടെ വിളക്കെടുത്ത് പ്രദക്ഷിണം വെച്ചിട്ട് പോയാ മതി. കുട്ടിയെ വിളക്കങ്ങ് തന്നോളൂ. ഹരി, എനിക്ക് പേടിയാവുന്നു. എനിക്കെന്തെങ്കിലും ദോഷമുള്ളത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചേ? എടോ, ഇതിനെക്കുറിച്ച് പറയാനുള്ളതൊക്കെ തിരുമേനി പറഞ്ഞില്ലേ? പിന്നെന്തിനാ താനിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നേ? എല്ലാ പരിഹാരങ്ങളും ചെയ്തിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. പോരെ? രാവിലെ മുതൽ നല്ല കാറ്റുണ്ട് മോളെ. അതിന്റെയാണെന്നേ. സാരമില്ല, തിരുമേനി എല്ലാം ചെയ്തോളൂ. എന്നാലും എന്തുകൊണ്ടാ ഇങ്ങനെ?
എടോ ഉത്തരയാ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആ. ഹലോ. ഹരി, ഹരി വീട്ടിലില്ലേ? ഇല്ല, ഞാനും നിത്യയും കൂടി അമ്പലത്തിലാ. ഇന്ന് ഔദ്യോഗികമായിട്ട് നമ്മൾ തുടങ്ങല്ലേ, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാന്ന് കരുതി. സ്വാമി കുറച്ചു കഴിയുമ്പോ എത്തും. ഹരി അവിടെ ഉണ്ടാവില്ലേ? അത് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചേ. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവും. ഓക്കെ, സ്വാമി വരുമ്പോ എല്ലാവരും ഒപ്പിട്ടോ. നമുക്ക് വൈകുന്നേരം കാണാം. ആ ഓക്കെ ഉത്തര. ശരി. സ്വാമി കുറച്ച് കഴിഞ്ഞെത്തും, അക്കാര്യത്തിൽ ഒരു തടസ്സവുമില്ല. ഇനിയെങ്കിലും താൻ തന്നെ ടെൻഷൻ ഒന്ന് കള. ഇല്ല ഹരി, എനിക്കത് മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല. ദേവി, എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്തോളാം, ഒന്നും ദോഷമായിട്ട് ബാധിക്കരുതേ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതേ പിള്ളേര് കേൾക്കണ്ടെന്ന് കരുതി. എനിക്കിങ്ങനെ എന്നും ഇവിടെ വരാൻ പറ്റില്ല. ആരാ വിളിച്ചത്? ഇവിടെ നിങ്ങൾ വരേണ്ട ഒരാവശ്യവുമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. നോക്ക് ദമയന്തി, നമ്മുടെ മക്കൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. മനുവിന് ജ്യോതിയെ ഇഷ്ടമാണ്, അവൾക്ക് മനുവിനെ. പിന്നെ നിങ്ങൾ ജ്യോതിയുടെ കാര്യത്തിൽ കാണുന്ന ഒരു കുറ്റം, 9 വർഷം മുൻപ് അവൾക്ക് ഒരു കുട്ടി ഉണ്ടായി എന്നതാണ്. ഞാനത് നാട്ടുകാരെ അറിയിച്ചില്ല. ഒരുപക്ഷെ നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാവില്ലല്ലോ. ഓ, മോളെന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതാണോ? അങ്ങനെയാണെങ്കിലേ പോകുമ്പോ മോളെയും കൂടി വിളിച്ചോണ്ടങ്ങ് പൊക്കോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയട്ടെ. എന്റെ മകൻ കൊലപാതകത്തിന് വിചാരണ കഴിഞ്ഞ ഒരാളാണ്. കൊന്നവനല്ലേ? അത് നിങ്ങൾ തന്നെ കോടതിയിലെന്ന് വിളിച്ചു പറഞ്ഞതല്ലേ? പിന്നെന്താ വിചാരണ നടന്നൊക്കെ പറയുന്നേ? ശരി, സമ്മതിച്ചു. ഒരാള് ചീത്തയാണെന്നും പറഞ്ഞ് അയാളുടെ ചുറ്റുമുള്ളവര് ജീവിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ?